ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ബിദ്അത്തുകാരുടെ വാദങ്ങളാണ്. അവർ തിന്മ ചെയ്തുകൊണ്ടേയിരിക്കാനും തിന്മയെ ന്യായീകരിക്കാനും വേണ്ടി പറയുന്ന വാദങ്ങളാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദർശനം നമ്മൾ അവർ വഞ്ചിതരാകുന്നത് ഖുർആനും സുന്നത്തും തെറ്റായ മനസ്സിലാക്കലിലൂടെയാണെന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അവസാനിപ്പിച്ചത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കളവ് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മത്തിലെ ഒരാളും നരകത്തിൽ പ്രവേശിക്കാൻ തൃപ്തിപ്പെടുന്നില്ല എന്നത്. പിന്നെ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നു, വഖത്തിക്കാലി ബാദിഹിം അലാ ഖൗലിഹി തആല ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അവരിലെ ചിലർ വഞ്ചിതരാകുന്നത് അള്ളാഹുവിൻ്റെ വചനമാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നവനാണ്. വഹാദ അയ്ദൻ മിൻ അക്ബഹിൽ ജഹ്ലി. ഇതും ഭീമമായ വിവരക്കേടാണ്. ഫഇന്ന അശ്ശിർക ദാഖിലുൻ ഫീ ഹാദിഹിൽ ആയത്തി. കാരണം ഈ ആയത്തിൽ ഷിർക്ക് പ്രവേശിക്കുന്നുണ്ട്. ഫഇന്നഹു റഅസു ദുനൂബി വ അസാസുഹ. ഷിർക്ക് എന്നാൽ പാപങ്ങളുടെ അടിസ്ഥാനമാണ്. അതിൻ്റെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്നതാണ് ഷിർക്ക്. വലാ ഖിലാഫ അന്ന ഹാദിഹിൽ ആയത ഫീ ഹഖ് അത്താവിബീൻ. ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഈ ആയത്തിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. ഇത് പാപങ്ങൾ പൊറുക്കുമെന്ന് പറഞ്ഞത് എന്താണ്? തൗബ ചെയ്തവരെ കുറിച്ചാണ്. ഫഇന്നഹു യഗ്ഫിറു ദംബ കുല്ല തായിബ്. തൗബ ചെയ്ത എല്ലാവരുടെയും പാപം അല്ലാഹു പൊറുക്കുന്നു. മിൻ അയ്യ ദംബിൻ കാന. അതേത് പാപവുമായിരുന്നാലും. വലൗ കാനത്തിൽ ആയത്തു ഫീ ഹഖ്ഖി ഗൈരി തായിബീന ലബതലത് നുസൂസുൽ വഈദി കുല്ലുഹ. തൗബ ചെയ്യാത്തവരെ കുറിച്ചായിരുന്നു ഈ ആയത്തെങ്കിൽ പ്രമാണങ്ങളിൽ വന്ന മുഴുവൻ താക്കീതുകളും നിരർത്ഥകമാകുമായിരുന്നു. പിന്നെ ആ താക്കീതിന് പ്രസക്തിയില്ല. വഹദീസു ഇഖ്റാജി ഖൗമിൻ മിനൽ മുവഹ്ഹിദീന മിനൻ നാരി ബിശ്ശഫാഅത്തി. നരകത്തിൽ നിന്ന് തൗഹീദുള്ള ആളുകളെ പുറത്താക്കുന്നത് ഷഫാഅത്ത് കാരണം ആ ഹദീസുകളും നിരർത്ഥകമാകും. കാരണം ഈ ആയത്തിൽ പറഞ്ഞത് അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. തീർച്ചയായും അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് എന്ന് പറഞ്ഞത് തൗബ ചെയ്തവരെ കുറിച്ചാണ്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ അള്ളാഹു താക്കീത് നൽകിയ പ്രമാണങ്ങൾ, ആയത്തുകൾ, ഹദീസുകൾ, നരകശിക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞ താക്കീതുകൾ അതൊക്കെ അപ്രസക്തമാകും. അതേപോലെ ഷഫാഅത്ത് കൊണ്ട് അള്ളാഹു തൗഹീദുള്ള ആളുകളെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ ഹദീസുകളൊക്കെ നിരർത്ഥകമാകും. ബാറകല്ലാഹു ഫീക്കും. അപ്പോൾ ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ലാ പറയുന്നു, ഈ വാദക്കാർ ഈ ആയത്തിനെ പൂർത്തിയാക്കിയിട്ടില്ല. ആയത്തിൽ പറയുന്ന അതിൻ്റെ ബാക്കി എന്താ? ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വ അനീബു ഇലാ റബ്ബിക്കും. നിങ്ങളുടെ രക്ഷിതാവിലേക്ക് താഴ്മയോടെ വിനയത്തോടെ മടങ്ങുക, അഥവാ തൗബ ചെയ്യുക. നിന്റെ രക്ഷിതാവിനോട് തൗബ ചെയ്യുക എന്ന് ഈ ആയത്തിൻ്റെ ശേഷം അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കും എന്ന് പറഞ്ഞ ആയത്തിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത് തൗബ ചെയ്യാനാണ്. അതുകൊണ്ട് ഈ വ്യക്തി വചനത്തിൻ്റെ ഒരു വശം മാത്രം എടുക്കുന്നു, മറ്റേ വശം ഉപേക്ഷിക്കുന്നു. അപ്പോൾ അള്ളാഹു പറഞ്ഞത് എല്ലാ പാപങ്ങളും പൊറുക്കുമെന്നത് തൗബ ചെയ്താലാണ്. വഹാദ ഇന്നമ അതാ സാഹിബഹു മിൻ ഖില്ലത്തി ഇൽമിഹി വ ഫഹ്മിഹി. അപ്പോൾ ഇത് എന്താണ്? ഇവർക്ക് മനസ്സിലാക്കലിലും അറിവിലും കുറവുണ്ട്. ഫഇന്നഹു സുബ്ഹാനഹു ഹാഹുന അമ്മമ വാതിലക. കാരണം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവായിട്ടും നിരുപാധികമായിട്ടുമാണ് പറഞ്ഞത്.
ഫഉലിമ അന്നഹു അറാദ തായിബീന, ഇവിടെ അറിയപ്പെട്ടത് അള്ളാഹു ഉദ്ദേശിച്ചത് തൗബ ചെയ്തവരെ കുറിച്ചാണ്. വഫീ സൂറത്തി നിസായി ഖസ്സസ വഖയ്യദ വഖാല, അതേപോലെ സൂറത്ത് നിസായിലും പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, തീർച്ചയായും അള്ളാഹു ഷിർക്ക് പൊറുക്കുന്നതല്ല, ഷിർക്കല്ലാത്തതെല്ലാം അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു പൊറുക്കുന്നതാണ്. ഫഅഖ്ബറ അല്ലാഹു സുബ്ഹാനഹു അന്നഹു ലാ യഗ്ഫിറു ഷിർക, അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് ഷിർക്ക് അള്ളാഹു പൊറുക്കുകയില്ല. വഅഖ്ബറ അന്നഹു യഗ്ഫിറു മാ ദൂനഹു, അതല്ലാത്തതെല്ലാം അള്ളാഹു പൊറുക്കുന്നു. വലൗ കാന ഹാദാ ഫീ ഹഖ്ഖി തായിബി ലം യുഫർരിഖ് ബൈന ശിർക്കി വഗൈരിഹി, ഇത് തൗബ ചെയ്തവരെ കുറിച്ചല്ലായിരുന്നെങ്കിൽ ഷിർക്ക് ചെയ്തവരും ഷിർക്ക് ചെയ്യാത്തവരും തമ്മിൽ വ്യത്യാസമില്ല. ഇനി ചില വിവരക്കേടുള്ളവർ, വിവരദോഷികൾ, അവർ വഞ്ചിതരാകുന്നത് അള്ളാഹു പറഞ്ഞ ആയത്ത് യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം, ഉദാരനായ നിന്റെ റബ്ബിനെ കുറിച്ച് നീ വഞ്ചിതനായത് എന്താണ്? അല്ലയോ മനുഷ്യ. ഫയഖൂലു, എന്നിട്ട് അവർ പറയുന്നു കറമഹു, അവൻ ഉദാരനാണ്. വഖദ് യഖൂലു ബഅദുഹും, അവരിലെ ചിലർ പറയുന്നു ഇന്നഹു ലക്കിനൽ മുഖ്തറ ഹുജ്ജത്തഹു, ഇതിൽ നിർദ്ദേശമുണ്ട് വഞ്ചിതനായവർക്ക് തെളിവായിട്ട്. വഹാദാ ജഹ്ലുൻ കബീഹുൻ, ഇത് ഭീമമായ വിവരക്കേടാണ്. വഇന്നമാ ഗർറഹു ബിറബ്ബിഹിൽ ഗറൂർ, അവൻ്റെ രക്ഷിതാവിനെ കുറിച്ച് അവൻ വഞ്ചിതനാകാൻ കാരണമാരാ? അത് വഞ്ചകനാണ്. അൽ ഗറൂർ വഹുവ ശൈത്താൻ, അത് ശൈത്താനാണ്. ശൈത്താൻ്റെ മറ്റൊരു പേരാണ് ഗറൂർ, വഞ്ചിക്കുന്നവൻ. അപ്പോൾ വഞ്ചിക്കുന്നവനാണ് അവനെ ഇങ്ങനത്തെ ഇതുപോലുള്ള വാദക്കാരെ അവൻ്റെ രക്ഷിതാവിനെ കുറിച്ച് വഞ്ചിതനാക്കിയത്. വാത്താ സുബ്ഹാനഹു ബിലഫ്ദിൽ കരീമി വഹുവ സയ്യിദുൽ അലീമുൽ മുത്താ, അനുസരിക്കപ്പെടേണ്ട പരമോന്നതനായ യജമാനനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അല്ലദീ ലാ യംബഗിൽ ഇഗ്തിറാറു ബിഹി, അവനെക്കുറിച്ച് ഒരാളും വഞ്ചിതനാകാൻ പാടില്ല. വലാ ഇഹ്മാലു ഹഖ്ഖിഹി, അവൻ്റെ അവകാശങ്ങൾ അവഗണിക്കരുത്. ഫവദഅ ഹാദൽ മുഖ്തറുൽ ഗറൂറ ഫീ ഗൈരി മൗദിഹി, അപ്പോൾ ഈ വഞ്ചിതരൊക്കെ ഈ ആയത്തുകളൊക്കെ തെറ്റായിട്ടാണ് പ്രയോഗിക്കുന്നത്. വഗ്തറ ബിമൻ ലാ യംബഗിൽ ഇഗ്തിറാറു ബിഹി, വഞ്ചിതനായവൻ വഞ്ചിതനാകാൻ പാടില്ലാത്ത ഒരാളാൽ വഞ്ചിക്കപ്പെട്ടു. നരകത്തിലെ തീയെ കുറിച്ചാണ് ചിലർ വഞ്ചിതനാവുന്നത്. ലാ യസ്ലാഹ ഇല്ലൽ അഷ്കല്ലദീ കദ്ദബ വതവല്ല, അല്ലാഹു പറഞ്ഞു നികൃഷ്ടനായവനല്ലാതെ അതിൽ കത്തി എരിയുകയില്ല. വ്യാജനാക്കിയവനും പിന്തിരിഞ്ഞവനും അവരല്ലാതെ അതിൽ കത്തി എരിയുകയില്ല. വഖൗലിഹി, അവൻ്റെ വചനവും ഉഇദ്ദത്തുലിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്കാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. നരകം ഒരുക്കി വെച്ചിട്ടുള്ളത് കാഫിരീങ്ങൾക്കാണ്. വലം യദ്രി ഹാദൽ മുഖ്തർ അന്ന ഖൗലഹു, ഈ വഞ്ചിതനെ അറിയുന്നില്ല അള്ളാഹുവിൻ്റെ വചനം. ഫഅൻസർതുകും നാറൻ തലല്ല, ആടിക്കത്തുന്ന നരകത്തിൻ്റെ ആ തീയെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മഖ്സൂസത്തും മിൻ ജുംലത്തി ദറകാതി ജഹന്നം, അത് നരകത്തിലെ തട്ടുകളിലെ കുറിച്ചുള്ളൊരു പ്രത്യേകമായ തീയെക്കുറിച്ചാണ്. വലൗ കാനത് ജമിയ ജഹന്നമ ഫഹുവ സുബ്ഹാനഹു ലം യകുൽ ലാ യദ്ഖുലുഹ ബൽ ഖാല ലാ യസ്ലാഹ ഇല്ലൽ അഷ്ക, ഇത് നരകത്തെക്കുറിച്ച് മുഴുവനുമായിട്ടാണ് പറഞ്ഞതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയില്ല അതിൽ പ്രവേശിക്കുകയില്ല എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല അതിൽ പ്രവേശിക്കുകയില്ല എന്ന്, മറിച്ച് അല്ലാഹു പറഞ്ഞത് നികൃഷ്ടനായവനല്ലാതെ അതിൽ കത്തി എരിയുകയില്ല എന്നാണ്. വലാ യൽസമു മിൻ അദമി സൽഹിഹി, അതിൽ കത്തി
എരിയുന്നതേ അല്ല, അദമു ദുഖൂലിഹ, അതിലൊരാളും പ്രവേശിക്കുകയില്ല. ഫഇന്ന സല്ലി അഖസ്സു മിനൽ ദുഖൂലി, തീയിൽ മുഴുകിയിരിക്കുന്നത് അതിൽ പ്രവേശിക്കുന്നതിനേക്കാൾ പ്രത്യേകമാണ്. വനഫ്യുൽ അഖസ്സ ലാ യസ്തൽസിമു നഫ്യൽ അഅമ്മ, പ്രത്യേകമായതിനെ നിഷേധിക്കുന്നത് പൊതുവായതിനെ നിഷേധിക്കുന്നില്ല. ثم هذا المغتر لو تأمل الآية التي بعدها, അതിനുശേഷം ഈ വഞ്ചിതൻ ആ ആയത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ ലഅലിമ അന്നഹു ഗൈറു ദാഖിലി ഫീഹ, അവൻ പറയുന്നത് എന്താണ്? അവൻ അതിൽ പ്രവേശിക്കുകയില്ല എന്ന്. ഉയ്ദത്തിൽ കാഫിരീൻ എന്ന കാഫിരീങ്ങളെ അതിൽ പ്രവേശിക്കുകയുള്ളൂ. വഅമ്മാ ഖൗലുഹു ഫിന്നാരി ഉയ്ദത്തിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്കാണ് ആ നരകത്തിൻ്റെ തീ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ ആ വചനത്തെ സംബന്ധിച്ചിടത്തോളം ഫഖദ് ഖാല ഫിൽ ജന്നത്തി, എന്നാൽ സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഉഇദ്ദത്തിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കാണ് അത് ഒരുക്കി വെച്ചിരിക്കുന്നത്. വലാ യുനാഫി ഇദാദുന്നാരിൽ കാഫിരീന അൻ യദ്ഖുലഹാ അൽ ഫുസ്ഖു വദ്ദലമത്ത്. അപ്പോൾ കാഫിരീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമുക്കറിയാം തിന്മ ചെയ്തവരും തമ്മാടികളും ദുൽമ ചെയ്തവരും ഒക്കെ നരകത്തിൽ പ്രവേശിക്കും എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അത് തടയപ്പെട്ടിട്ടില്ല. വലാ യുനാഫി ഇദാദുൽ ജന്നത്തി ലിൽ മുത്തഖീന അൻ യദ്ഖുലഹാ മൻ ഫീ ഖൽബിഹി അദ്നാ മിസ്കാല ദർറത്തിൻ മിനൽ ഈമാൻ. ഇനി മുത്തഖീങ്ങൾക്ക് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതും തടയുന്നില്ല. ഒരാൾക്ക് അണുമണിത്തൂക്കം ഈമാനുള്ള വ്യക്തിയെയും സ്വർഗത്തിൽ നിന്ന് തടയുന്നില്ല. വലം യൗമൽ ഖൈറൻ ഖത്ത്, അവൻ ഒരു നല്ല കാര്യവും ചെയ്തിട്ടില്ലെങ്കിൽ. വഖദിറാരി ബാദിഹിം അലാ സൗമി യൗമു അശൂറ ഔ യൗമി അറഫ. ഇനി ചിലർ വഞ്ചിതരാകുന്നത് ആശുറ നോമ്പിന്റെ ദിവസത്തെക്കുറിച്ചും അറഫ നോമ്പിന് അല്ലെങ്കിൽ അറഫ നോമ്പിന്റെ ദിവസത്തെക്കുറിച്ചുമാണ്. ഹത്താ യഖൂല ബഅദഹും, അവരിലെ ചിലർ പറയുന്നത് വരെ യൗമു ആശുറ യുകഫിറു ദുനൂബൽ ആമി കുല്ലഹ, ആശുറ ദിവസത്തിന്റെ നോമ്പ് വർഷത്തിന്റെ മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നു. വയബ്ക സൗമു അറഫ സിയാദത്തുൻ ഫിൽ അജ്രി, യൗമു അറഫന്റെ നോമ്പ് അതിനേക്കാൾ പ്രതിഫലം അധികമുള്ളതാണ്. വലം യദ്രി ഹാദൽ മുഗ്തർ, ഈ വഞ്ചിതനായവൻ അറിയില്ല അന്ന സൗമ റമളാന വസ്സലവാത്തിൽ ഖംസി അഅദമു വ അജല്ലു മിൻ സിയാമി യൗമി അറഫ. ഈ വഞ്ചിതൻ അറിയുന്നില്ല, എന്തറിയുന്നില്ല? റമളാനിലെ നോമ്പും നിർബന്ധമാക്കപ്പെട്ട റമളാനിലെ നോമ്പും നിർബന്ധമാക്കപ്പെട്ട 5 നേരത്തെ നിസ്കാരവും അത് യൗമു അറഫനേക്കാൾ മഹത്തായതാണ്. യൗമു അശൂറനേക്കാളും അശൂറ നോമ്പിനേക്കാളും മുഹറം നോമ്പിനേക്കാളും മഹത്തായതാണ്. വഹിയ ഇന്നമാ തുകഫിറു മാ ബൈനഹുമാ ഇദാ ഇജ്തനബത്തിൽ കബായിർ. അപ്പോൾ ഈ നോമ്പുകൾ എടുത്താൽ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ ഈ നോമ്പുകൾക്കിടയിൽ വൻ പാപങ്ങൾ ചെയ്യരുത്, എന്നാലേ പാപങ്ങൾ പൊറുക്കുകയുള്ളൂ എന്നീ വഞ്ചിതർ അറിയുന്നില്ല. അവർ വിചാരിക്കുന്നു അറഫ നോമ്പെടുത്താൽ അല്ലെങ്കിൽ ആശുറ നോമ്പെടുത്താൽ പാപങ്ങളെല്ലാം പൊറുക്കും എന്ന്. എന്നാൽ അങ്ങനെയല്ല, വൻ പാപങ്ങൾ വെടിയണം, എന്നാലേ ചെറുപാപങ്ങൾ പൊറുക്കുകയുള്ളൂ. ഫറമളാനു ഇലാ റമളാന, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, വൽ ജുംഅതു ഇലൽ ജുംഅതി, ഒരു ജുംഅ മുതൽ അടുത്ത ജുംഅ വരെ, ലാ യഖ്വയ അലാ തക്ഫീരിസ് സഗായിർ, അത് ചെറുപാപങ്ങൾ പൊറുക്കാൻ മാത്രം മതിയാവുകയില്ല. ഇല്ലാ മഅ ഇന്ദിമാമി തർക്കിൽ കബായിരി ഇലൈഹ, വൻ പാപങ്ങൾ അതിൻ്റെ കൂടെ വെടിഞ്ഞാലല്ലാതെ. ചെറുപാപങ്ങൾ പൊറുക്കണമെങ്കിൽ
ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരണം, എന്നാലേ മതിയാവുകയുള്ളൂ. അഥവാ നോമ്പ് നോക്കുകയും വേണം, വൻ പാപങ്ങൾ ഉപേക്ഷിക്കുകയും വേണം. ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ കൂടെ വൻ പാപങ്ങൾ ഉപേക്ഷിച്ചാലേ ചെറുപാപങ്ങൾ പൊറുക്കുകയുള്ളൂ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഫകൈഫ യുകഫിറു സൗമു യൗമി തതവ്വുഇ യൗമി തതവ്വുഇ കുല്ലി കബീറത്തിൻ അമിലഹ അബ്ദു വഹുവ മുസിറുൻ അലൈഹ. എങ്ങനെയാണ് ഐച്ഛികമായ നോമ്പുകൾ നോക്കുമ്പോൾ വൻ പാപങ്ങൾ പൊറുക്കപ്പെടുക ഒരടിമയുടെ, അല്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ പാപങ്ങൾ നിരന്തരമായി ചെയ്യുമ്പോൾ വൻ പാപങ്ങൾ എങ്ങനെയാണ് പൊറുക്കപ്പെടുക? വെറും ഐച്ഛിക നോമ്പ് എടുത്താൽ വൈറു താഇബിൻ മിൻഹ, അതിൽ നിന്ന് തൗബ ചെയ്യാതെ, ഹാദാ മുഹാലുൻ, ഇത് അസാധ്യമാണ്. അല അന്നഹു ലാ യംതനിഉ അൻ യകൂന സൗമു യൗമി അറഫ വ യൗമി അശുറ മുകഫിറൻ ലിജമീഇ സുനൂബിൽ ആമി അലാ ഉമൂമിഹി. യൗമു അറഫയുടെയും യൗമു അശുറയുടെയും നോമ്പ് നോറ്റാൽ പാപങ്ങൾ പൊറുക്കുമെന്ന് പറഞ്ഞത് അത് പൊതുവായി പറഞ്ഞതാണ്. വയകൂനു മിൻ നുസൂസിൽ വഅദിൽ ലത്തി ലഹാ ശുറൂത്തുൻ വ മവാനിഉ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ വന്നിട്ടുള്ള പ്രമാണങ്ങൾക്ക് ഷർത്തുകളുണ്ട്, തടയലുകളുണ്ട്. വയകൂനു ഇസ്റാറുഹു അലൽ കബാഇരി മാനിഅൻ മിനത് തക്ഫീരി. അതുകൊണ്ട് തിന്മകൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ, വൻ പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ, അവൻ തുടർച്ചയായി ചെയ്താൽ അവൻ്റെ പാപങ്ങൾ തടയുന്നതല്ല. ഫൈദാ ലം യുസിറു അലൽ കബാഇരി ലിതസാഉദി സൗമി വ അദമിൽ ഇസ്റാർ. അതുകൊണ്ട് അവൻ പാപങ്ങൾ നിരന്തരം ചെയ്തിട്ടില്ലെങ്കിൽ, അവൻ്റെ നോമ്പും അവൻ നിരന്തരമായി ചെയ്യാത്തത് കൊണ്ടുമാണ് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുക. തആവനുഹുമാ അലൽ ഉമൂമി തക്ഫീർ, അത് പാപങ്ങൾ മായ്ച്ചു കളയാൻ സഹായിക്കുന്നു. കമാ കാന റമളാനു വസ്സലവാത്തുൽ ഖംസു മഅ ഇസ്തിനാബിൽ കബാഇരി മുതസാഇദീന മുതആവിനൈനി അലാ തഖ്ഫീറിസ് സഗായിരി മഅ അന്നഹു സുബ്ഹാനഹു ഖദ് ഖാല ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും. ഏതുപോലെ റമളാനിലെ നിർബന്ധമാക്കപ്പെട്ട നോമ്പും 5 നേരത്തെ നിർബന്ധ നിസ്കാരവും അത് നിർവഹിക്കുന്നതിൻ്റെ കൂടെ വൻ പാപങ്ങൾ ഒഴിവാക്കിയാൽ അത് ചെറുപാപങ്ങൾ മായ്ച്ചു കളയാൻ പരസ്പരം സഹായിക്കുന്നു. അള്ളാഹു പറഞ്ഞതുപോലെ ഇൻ തജ്തനിബു, കണ്ടോ, ഇവിടെ ഒരു ഷർത്ത് വെച്ചിരിക്കുകയാണ്. ഇൻ, നിങ്ങൾ വെടിഞ്ഞാൽ, കബായിറ, വൻ പാപങ്ങൾ, മാ തുൻഹൗന, നിങ്ങൾക്ക് നിരോധിച്ച വൻ പാപങ്ങൾ നിങ്ങൾ വെടിഞ്ഞാൽ, നുകഫിറു അൻകും സയ്യിആതികും, നിങ്ങളിലെ ചെറുപാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയും. സൂറത്ത് നിസായിലെ 31-ാമത്തെ വചനം. പക്ഷേ ഫൗസാൻ ഹഫിദുല്ലാഹ് പറയുന്നു, ഹദീസിലും വന്നിട്ടുണ്ട് 5 നിസ്കാരങ്ങൾ ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ നിർവഹിച്ചാൽ അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കും. ഒരു ഉപാധി വെച്ചിട്ടുണ്ട്. എന്താണത്? അവൻ വൻ പാപങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ. കാരണം വൻ പാപങ്ങൾ ഒഴിവാക്കൽ അതിൻ്റെ ഷർത്താണ്, ഉപാധിയാണ്. അപ്പോൾ ഇത് ഷർത്താണ്, ഉപാധിയാണ്. വൻ പാപങ്ങൾ ഒഴിവാക്കണം. നിസ്കരിക്കാത്തതും നീചപ്രവൃത്തികൾ ചെയ്യുന്നതും വൻ പാപങ്ങൾ പെട്ടതാണ്. ഇത് അറഫ നോമ്പോ അശുറ നോമ്പോ നോറ്റത് കൊണ്ട് പുറത്തു തരികയില്ല. അപ്പോൾ നിസ്കരിക്കാത്ത ഒരാൾ അറഫ നോമ്പ് നോറ്റത് കൊണ്ടോ അവൻ അശുറ നോമ്പ് നോറ്റത് കൊണ്ടോ പാപം പൊറുക്കുകയില്ല.
അവൻ തൗബ ചെയ്യണം, ആ തിന്മ വെടിയണം, ആ നിസ്കാരം നിർവഹിക്കണം. ബാറകല്ലാഹു ഫീക്കും. ഫഉലിമ അൻ ജഅല ശൈഇ സബബൻ ലിത്തഗ്ഫീരി ലാ യംനഉ അൻ യതസാഅദ ഹുവ വസബബുൻ ആഖറു അല തഗ്ഫീരി. അപ്പോൾ അറിയപ്പെട്ടതാണ് പാപപരിഹാരത്തിനുള്ള കാരണമെന്തെന്നാൽ പാപങ്ങൾ തുടച്ചു നീക്കുന്നതിനുള്ള മറ്റൊരു കാരണവും ഇതിനോടൊപ്പമുള്ളത് നിഷേധിക്കുന്നില്ല. വയകൂന തഗ്ഫീറുമായി ഇസ്തിമാഇ സബബൈനി അഖ്വാ വഅതമ്മ മിൻഹുമാ ഇൻഫിറാദി അഹദിഹിമാ. അതിനാൽ ഈ രണ്ട് കാരണങ്ങളുടെയും ഫലം അവയിൽ ഒന്നിനേക്കാളും പാപങ്ങളെ തുടച്ചു നീക്കുന്നതിൽ ശക്തവും പൂർണ്ണവുമാണ്. വകുല്ലമാ കവിയത് അസ്ബാബു തഗ്ഫീരി കാന അഖ്വാ വഅതമ്മ വഅശ്മല. പാപപരിഹാരത്തിനുള്ള കാരണം ശക്തമാണെങ്കിൽ അത് കൂടുതൽ ശക്തവും പൂർണ്ണവും സമഗ്രവുമാകും. ബാറകല്ലാഹു ഫീക്കും. നമുക്കവിടെ നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.